ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോവിയൽ ഗ്രാഫ്സ്. ആദ്യമായാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നമ്മളുടെ ഡ്രസ്സസിലേക്കുള്ള വർക്ക് അതൊന്നുമല്ല. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ബാഗാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് എപ്പോഴും ഷോപ്പിങ്ങിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ തന്നെ ഇതൊക്കെ ചെയ്ത് ട്രൈ ചെയ്യാം. ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഒരു റൗണ്ടിൽ അത്യാവശ്യം നല്ല ഒരു റൗണ്ട് സ്പേസിങ് വരുന്ന എന്തെങ്കിലും ഒരു തിങ് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റിൻ്റെയാണ് നമ്മൾ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. ഡോൺ ഫോൾഡിൽ ഇട്ടേക്കുവാണ് ഫാബ്രിക് കൊണ്ടിന് 2 പീസ് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് സെയിം മെഷർമെൻറ്റിൽ. ഇനിയിപ്പോൾ ഇതിന് നല്ല വശം നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്ന ഫാബ്രിക്. ദെൻ ഈ ഒരു പീസ്, ഇതൊരു സാറ്റിൻ ഫിനിഷ് വരുന്നൊരു പീസാണ്. ഇതും അതേപോലെ തന്നെ നമ്മൾ ഓൺ ഫോൾഡിൽ ഇടുന്നു. ദെൻ സെയിം തിങ്, ആ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുവാണ്. ഇത് രണ്ട് ഫാബ്രിക് കൂടെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാം, ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൊന്നുമല്ല. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം തന്നെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് കൊണ്ട് കണ്ടേച്ചാൽ മതി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ആ ഒരു 2 പീസും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 4 പീസസാണ് കട്ട് ചെയ്തെടുത്തെടുത്ത്. അതിൽ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ പീസ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം, അതായത് നല്ല പോർഷൻ തിരിച്ചിട്ടതിന് ശേഷം ആ ഒരു റെഡിൻ്റെ കോമ്പിനേഷൻ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അതുകൂടെ വെച്ചിട്ട് 2ൻ്റെയും റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോൾ പിൻ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൗണ്ടിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. സോ ഒരു 1/2 ഇഞ്ച് ഡിഫറൻസ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ബോൾ പിൻ വെച്ച് കണ്ടോ, ഇതുപോലെ ബോൾ പിൻസ് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് മൂവ് ആവത്തൊന്നുമില്ല. കറക്റ്റ് പ്രൊപ്പോർഷനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. എന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ 2 പീസസും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൽ ഒരു കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് തിരിച്ചിടാനുള്ളതാണ്. ഇപ്പം നമ്മൾ നല്ല പോർഷൻ അകത്ത് വന്നേക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കട്ട് ചെയ്തേക്കുന്ന ഹോളിലൂടെ ഈ 2 പീസ് നമ്മൾ തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തിരിച്ചിട്ടതിന് ശേഷം എഡ്ജസ് ഒക്കെ ഒന്ന് പിടിച്ചൊന്ന് പ്രോപ്പറായിട്ട് റൗണ്ട് ആക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പെന്നോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ് ആ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നൊക്കെ ഒന്ന് പ്രോപ്പറാക്കി ഇതുപോലെ തന്നെ എടുക്കുക. കണ്ടോ, 2 പീസ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഡൗൺ പോർഷനിൽ മെയിൻ പീസിൻ്റെ താഴത്തെ പോർഷനിൽ 2 കൂടെ അറ്റാച്ച് ചെയ്യുവാണ്. ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തേക്കുവാണ്. ഇനിയിപ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത്, അതായത് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് പീസസ് അകത്തേക്ക് വെച്ചിട്ട് ഈ റൗണ്ടിൽ ഓവൽ ഷേപ്പിൽ തന്നെ ഓരോ സ്റ്റിച്ചസ് കൊടുക്കണം. അതും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡിലും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു കർവിൻ്റെ ഷേപ്പിലും ഓരോ സ്റ്റിച്ചസ് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാൻഡാണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ബാൻഡ്. നമ്മളുടെ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ രീതിയിലുള്ള ഫാബ്രിക്സ് നിങ്ങൾക്ക് കോമ്പിനേഷൻ ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന് ആ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടി ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു റെഡ് കോമ്പിനേഷനോടെ വന്നേക്കുന്നുണ്ട്, ഭയങ്കര ഭംഗിയാണ്. സോ അത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാഗ്സിൻ്റെയൊക്കെ അറിയാമല്ലോ, 2 എൻഡും ബാൻഡിൻ്റെ ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടെടുക്കുക. ക്രോസ് 2 അടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റെഡിമെയ്ഡ്. അപ്പം സൈഡും എഡ്ജസ് നമ്മൾ അതേപോലെ തന്നെ ഓരോ റൗണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് അടിച്ചതിൻ്റെ പോർഷൻ നമുക്കതാണ് ഇനിയാണ് അത് യൂസ് ആകുന്നത്. അതൊന്നിങ്ങനെ പ്രോപ്പറായിട്ട് പിടിച്ചതിന് ശേഷം ആ 2 എൻഡിലും കോർണറിലും വരെ സ്റ്റിച്ചസ് കൊടുക്കുന്നു. ഇതുപോലെ കൊടുക്കുക സിമ്പിളായിട്ട് തന്നെ. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇവൻറ്റ് റെഡ് അല്ല വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ബാഗാണ്.